സ്വാഗതം. ഇപ്പം ശരിയാക്കി തരാം. പവർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരിയിൽ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണാം. നമ്മുടെ HM കോളേജിലെ കുട്ടികൾ നല്ല വൈബായിട്ട് സൂപ്പറായിട്ട് കുറേ പെർഫോം ചെയ്തു, കുറച്ചൊരു വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത എപ്പിസോഡും അതേ കോളേജിലാണ്, മഞ്ചേരിയിലാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണ്ണാച്ചിക്ക സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ നമുക്ക് ക്യാമ്പസിലോട്ട് പോകാം. ഇതൊക്കെ ഒരു കലയാണ്. നമ്മളതുണ്ടാക്കണ കലാകാരനും. സുരാജേട്ടൻ്റെ ഈ ഒരു ഡയലോഗ് അറിയാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല. മധുരനാരങ്ങ എന്ന സിനിമയിലെ അതിമനോഹരമായൊരു സീക്വൻസ് നമ്മളെല്ലാവരും കണ്ട് ഒരുപാട് ചിരിച്ചതാണ്. അതാണ് നമ്മളിന്ന് സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ HM കോളേജിൽ. കുട്ടികളോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സുരാജേട്ടനാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അതല്ല വെള്ളം കുടിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്താ പേര്? മുഹമ്മദ് യാസീൻ. യാസീൻ. നല്ല നല്ല എനർജി ആയിട്ടാണ് പറഞ്ഞത്. ഏത് കോഴ്സ് ചെയ്യുന്നത്? ബികോം CA. പഠിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായി. ഉപയോഗപ്പെടുവോ ജീവിതത്തിൽ? പഠിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യുമോ? ഇല്ല. ഉടനടി ആശ്വാസമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് കണക്കാണ് നമുക്ക്. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ലേ? അവനെ നോക്കരുത്, നീ മാറ അവിടുന്ന്. ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാല് എന്താ അറിയാം നമുക്ക്? അല്ല നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഞങ്ങൾക്കോ? അല്ല നമുക്ക്, നമ്മള് മലപ്പുറത്തൊരു മുസ്ലിമാണ്. അമേരിക്ക പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം വേണം. Chin up, shoulder down, chin down, chin പൊടിക്കാം. Eyes open, ready. പാസ്പോർട്ട് സൈസ് കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. അല്ലാ, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമുക്ക്? ഇങ്ങക്ക് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ പാസ്പോർട്ട് പോലും നമ്മള് ഗ്രൂപ്പിലേക്ക് ഇട്ടുണ്ടാക്കും. മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലായി. ഇനി എന്തിനും ഒരു പ്രൊഫഷൻ വേണം. ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് ഒരാൾ നമ്മൾ ഉണ്ടാക്കൂല. നിങ്ങളുടെ പേരെന്താ? മോനെ ജീവ. ഇതും ഒരു ജീവൻ വെച്ചുള്ള ഒരു കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാൻ ഒരു കലയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനും അല്ല. പണ്ടേതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഈ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗപ്പൊന്നും കിട്ടിയില്ല. ഈ മഹത്തായ കലാകാരനെ തിരിച്ചറിയാൻ യാ അല്ലാ ഷെയ്ഖ് മുഹിയുദ്ദീൻ മക്കളുടെ 4-5 ഫോട്ടോയും അല്ല 3-4 ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ 2.5 കിലോ ഉരുളങ്കിയും അല്ല. എടാ ആമ എത്ര ഉണ്ടായിരുന്നു? ശരിക്കും ആമ എത്ര ഉണ്ടായിരുന്നു? 1/2 കിലോ മുഴുത്ത് ഉരുളങ്കിയും ഈ ചെക്കൻ്റെ വീട്ടിൽ അറിഞ്ഞേക്കുക. പാസ്പോർട്ട് റെഡി ആകുമ്പോ ഇച്ച വിളിച്ചറിയിക്കും. പൊയിങ്ങി തിന്ന. ഇനി നമുക്ക് പാട്ട് പോവാം. സ്മാർട്ട് ബോയ്. ലൈലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ ബാബിൽ പടിയേലാലേ അലിവാർന്നൊരു വാക്ക് പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗ പെരുമഴയാലെ നനഞ്ഞേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാലും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലയിലിനാഴം പോലാ നാണക്കുഴിയെ കണ്ടേ കണ്ടേ കൽബിൽ അറബനമുട്ടാകെ. സൂപ്പറായിട്ട് പാടി. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി.
എന്താ പേര്? ഷാമിൽ. ഷാമിൽ വന്നപ്പോൾ ഇവരെന്താ പേര് വിളിച്ചു പറയുന്ന കേട്ടല്ലോ? വീട്ടുപേര് ഉൽപ്പം. ഓക്കെ, ഏത് കോഴ്സ് ചെയ്യുന്നത്? ഞാൻ BCom CA ആണ്. ഈ കോഴ്സ് പഠിച്ചു തുടങ്ങിയിട്ട് ഇവിടെ കോളേജിൽ വന്നിട്ട് ക്യാമ്പസിൽ വന്നിട്ട് എന്തുണ്ട് ഒരു ചേഞ്ച്, ജീവിതത്തിൽ എന്ത് മാറ്റം? ഫ്രണ്ട്സ് കുറേ കിട്ടി. പിന്നെ നല്ല രസമുണ്ട്. അതായത് സ്കൂള് ഇന്ന് വലിയ ചേഞ്ച് ആണല്ലോ കോളേജിൽ അറിയുമ്പോൾ. ആണ്. ഇനി പഠിത്തം തുടർന്ന് പോകാനാണോ അതോ ഇവിടെ വെച്ച് പഠിത്തം നിർത്തുമോ? ഇല്ല, പഠിത്തം ഇനിയും ചെയ്യണമെന്നുണ്ട്. ജീവിതമാകുമ്പോൾ ഒരു പഠിത്തമല്ലേ, അപ്പൊ പഠിക്കണ്ടേ? പഠിച്ചപ്പോ ഇവിടെ കാണിക്കണം. ഇതുവരെ പഠിച്ചപ്പോ ഇവിടെ കാണിക്കും നമ്മള്. നമുക്ക് പോവാം. 3, 2, 1 ആക്ഷൻ. അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാൽ എന്തെന്നാ നിങ്ങളെ വിചാരം? ഈ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ പാസ്പോർട്ട് പോലും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. പക്ഷേ മനസ്സിലായ മോന്? പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടതെന്ന് പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോലെ തട്ടിക്കുട്ടി പരിപാടിയൊന്നും ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി ശരി ശരി. നിങ്ങളെ പേരെന്തെന്നാ? മോനെ ജീവ. ഇതും ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് ഉണ്ടാക്കുന്നത് നമ്മൾ കലാകാരന്. പണ്ട് ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ല. എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. ഷെയ്ഖ് മൊയ്തീൻ. മക്കൾ തൽക്കാലം ആ കുട്ടിയുടെ 3-4 ഫോട്ടോവും 2000 ദിർഹവും 1/2 കിലോ മുയ്ത്ത ഉരുളക്കിഴങ്ങും ഈ ചെക്കൻ്റെ അടുത്ത് കൊടുത്തയച്ചോളി. പാസ്പോർട്ട് റെഡി ആകുമ്പോൾ വിളിച്ചറിയിക്കാം. എങ്ങനെയുണ്ട്? പാട്ട് പാടി തുടങ്ങാം. ഡയലോഗ് മറക്കണ്ട. ഡയലോഗ് മറക്കോ? ഡയലോഗ് ആദ്യം പറയാം. ഡയലോഗ് ആദ്യം കഴിഞ്ഞ് then പാട്ട്. അല്ല, പാട്ടില്ല. ഓക്കെ, ഡയലോഗ് കഴിഞ്ഞ് പാട്ട്. 3, 2, 1 ആക്ഷൻ. അല്ലാ, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാൽ എന്തുതാ നിങ്ങളുടെ വിചാരം? അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക ഒബാമയുടെ പാസ്പോർട്ട്, കള്ള പാസ്പോർട്ട് പോലും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. മനസ്സിലായി നിങ്ങൾക്ക്? പക്ഷെ എന്തിനൊരു പെർഫെക്ഷൻ വേണ്ടേ? ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് പോലെ തട്ടിക്കൂട്ടി പണി ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി ശരി ശരി. എൻ്റെ പേരെന്താ? ജീവൻ. മോനെ ജീവ. ഇതും ജീവൻ വെച്ചുള്ള ഒരു കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളിത് ഉണ്ടാക്കുന്ന ഒരു കലാകാരനും. പണ്ട് ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഈ കോമ്പറ്റീഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. എന്നെങ്കിലും ഈ ലോകം മഹാകലാകാരനെ അംഗീകരിക്കും. യാ അല്ലാ ഷെയ്ഖ് മുഹീദ്ദീൻ. മക്കൾ തൽക്കാലം ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 2000 ദിർഹം 1/2 കിലോ മുഴുത്ത ഉരുളക്കിഴങ്ങും വാങ്ങി വിട്ടോളി. പാസ്പോർട്ട് ആകുമ്പോൾ ഇച്ച വിളിക്കാം. പുഴുങ്ങിത്തിന്ന്. ഓക്കെ, ശരി സാർ. എന്താണ് മറ്റേ പേര്? മിൻഹാജ്. മിൻഹാജ്. ഏത് കോഴ്സ് പഠിക്കുന്നു? CA BCom. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ വിചാരം? അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ അലങ്കാരപ്പണി എന്നാണ് അവനെ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. പാസ്പോർട്ട് പോലും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. മനസ്സിലായി നിങ്ങൾക്ക്? എന്തിനും ഒരു പെർഫെക്ഷൻ വേണമെന്ന്. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോലെ തട്ടിക്കൂട്ടി പണിക്ക് നമ്മൾ നിൽക്കൂല. എടാ മോനെ, എന്താ നിന്റെ പേര്? ജീവൻ. മോനെ ജീവ. ഇതൊരു ജീവൻ വെച്ചുള്ള കളിയാണ്. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു കലയാണ്. നമ്മൾ അതിലൊരു കലാകാരൻ. പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗപ്പൊന്നും കിട്ടിയില്ല. എന്നെങ്കിലും ഈ ലോകം ഈ കലാകാരനെ അംഗീകരിക്കും. യാ അല്ലാ ഷെയ്ഖ് മുഹീദ്ദീൻ. ഇനി ആ കുട്ടിയുടെ 3 ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങും 2000 ദിർഹവും കൊടുത്തു വിട്ടു. പാസ്പോർട്ട് ആമിച്ച വിളിക്കാതെ സൂപ്പർ. എന്താ പേര്? ഷബാന. ഷബാന. ഷബാന ഏത് കോഴ്സ് പഠിക്കുന്നു? BSc zoology. BSc zoology പഠിക്കുകയാണ്. ഏത് ഇയർ ആണ് ഇപ്പോൾ? സെക്കൻഡ് ഇയർ. ഈ കൂട്ടത്തിലേ നമുക്ക് ഭയങ്കര നമ്പാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്താരാ? വിശ്വാസം എന്തും പറയാം. പുറത്ത് ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിനകത്ത് ദിൽഷ. ഇവന്മാരുടെ കൂട്ടത്തിൽ. ഇവന്മാർ ഫ്രണ്ട്സ് അല്ലേ? ക്ലാസ്സാ? ആണോ? ഓക്കെ, പോവാം. ഡയലോഗ് പോവാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, 3, 2, 1 ആക്ഷൻ. അല്ലാ, 3, 2, 1 ആക്ഷൻ. അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാൽ എന്തെന്നെത്താ അങ്ങയുടെ വിചാരം? അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കള്ള പാസ്പോർട്ട് വരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. ഞാൻ
മനസ്സിലായോ നിങ്ങൾക്ക്? അത് കറക്റ്റ്. പിന്നെന്താ, ഏതിനും ഒരു പെർഫെക്ഷൻ വേണം. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോലെ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല. നമ്മളെ കിട്ടൂല. എന്താ നിങ്ങളെ പേര്? ജീവൻ. മോനെ ജീവ, ഇത് ജീവൻ വെച്ചുള്ള കളിയാ. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്നത് ഒരു കലയാണ്. നമ്മളത് ഉണ്ടാക്കാൻ ഒരു കലാകാരനുമാണ്. പണ്ടേതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഓരോരോ വഴി ബാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? അത് ഞാനത് പഠിച്ചിട്ടില്ല. എന്താ പഠിക്കാൻ ഇത്ര സമയം തന്നിട്ട്? ഞാനിത് പറയണ്ട വിചാരിച്ചിനി. വിളിക്കത്തില്ലെന്ന് വിചാരിച്ചിരുന്നേ. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. നമുക്ക് ഗപ്പൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും ഈ ലോകം ഈ കലാകാരനെ അറിയപ്പെടും. ഉദ്ദേശിച്ച കാലമാണെന്ന് എന്നെ നോക്കി പറയാൻ വന്നതാ. യാ അല്ലാ, ഷെയ്ഖ് മുഹിയുദ്ദീൻ. അപ്പൊ മക്കൾ ആ പെണ്ണിന്റെ 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫ്രെയിം അല്ല വെക്കണം. എന്തിനാന്നറിയാവോ? ഇത് ഓർക്കണം, എന്ന് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കണം. ഫ്രെയിം ചെയ്ത് വെക്കാം, ചില്ലിട്ട് വെക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വാങ്ങി വെച്ചേക്ക്. 1/2 കിലോ മൊയ്ത്ത ഉരുളക്കിഴങ്ങും ഈ ചെക്കൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുത്തേക്ക്. ബൈ. ഉരുളക്കിഴങ്ങ് എന്തിനാ? പുഴുങ്ങാന് തിന്നാന്. ഇങ്ങ് വാ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നിട്ടൊന്ന് പറയാമോ? സിമ്പിൾ ആയിട്ട്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് പറയാമോ? കായ്ക്കങ്ങ നമ്മുടെ മലയാളം മലയാള അക്ഷരങ്ങളില്ലേ? അത് പറഞ്ഞു കേക്കട്ടെ. കായ്ക്കങ്ങ അത് എഴുതുന്നതാ. അതാണോ? കാക്ക ഗംഗങ്ങ, ചാച്ച ജഞ്ചഞ്ഞ, താത്ത ദന്തന്ന, പാഫ ബമ്പമ്മ. ABCD ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഒന്ന് പറഞ്ഞു. ABCD EFG HIJKLMNOPQ RSTUVWXYZ. ഇപ്പൊ മൊബൈൽസ് ഏതൊക്കെയാ? നിങ്ങൾ തെറ്റിച്ചല്ലേ. ആരും പറഞ്ഞു കൊടുക്കരുത്. എനിക്കറിയില്ലപ്പൊ മറക്കണിമേ. അടിപൊളി. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? എന്താ പേര്? മുവാദ്. ഏത് കോഴ്സ് പഠിക്കുന്നു? കോളേജ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? വൈബ് കുറവാണെന്നു. ഇവരൊക്കെയല്ലേ? ഇവരൊക്കെയുണ്ടോ? ഇപ്പോഴത്തെ വൈബ് എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നമ്മുടെ വൈബ് ഉഷാറാണ്. ഉഷാറാക്കണ്ടേ? എന്താണ് പാട്ട് പാടുന്നുണ്ടല്ലോ? ഏതാണ്? പാടാറിയത്തില്ല. ആക്ടിങ് ഉള്ളി. ഇപ്പൊ ചെയ്യണ്ടേ? അത് ഞാൻ നോക്കി വെക്കാന്നുള്ളൂ. ഓക്കെ, തുടങ്ങാം. 3, 2, 1 ആക്ഷൻ. അമേരിക്ക കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞതാ അറിയോ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. അല്ലാ, കാസർഗോഡ് എംബസി എന്ന നിങ്ങളെ വിചാരം അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ പോലെ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന സ്ഥല
മനസ്സിലായി നിങ്ങൾക്ക്? എന്തിനൊരു പ്രൊഫഷൻ വേണ്ടേ? ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് പരിപാടിക്കൊന്നും നമ്മളെ കിട്ടില്ല. എന്താ പേര്? അവിടെ മോനെ ജീവ. ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയാ. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു കലയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന കലാകാരനും. മോഹൻലാൽ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടില്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. എന്തെങ്കിലുമൊക്കെ ലോകം തിരിച്ചറിയും. അപ്പം മോനെ 2 ഫോട്ടോയും 2000 രൂപയും 2000 ദിർഹവും 1/2 കിലോ മുയ്ത്ത ഉരുളക്കിഴങ്ങും ഇവന് കൊടുത്തുവിട്. ഇച്ച പാസ്പോർട്ട് റെഡിയാക്കി തരാം. പൊങ്ങിയെന്ന കപ്പൊന്നും കിട്ടിയില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞില്ലേ? അത് സിനിമയിലെയാ? എനിക്കെല്ലാം സിനിമ കാണല്ല. അപ്പൊ ലാലേട്ടൻ്റെ ആ ഡയലോഗ് ഒന്ന് പറയോ? നീ പോകുമ്പോൾ ദിനേശ എന്നുള്ളത്. സവാരി കിരികിരി അതുപോലെ തന്നെ വേണം. ശരിയാണ്. സവാരി ഒറ്റക്കാല് പൊക്കി നിൽക്കുന്നത്. നീ പോ മോനെ ദിനേശ്. അതുപോലെ മമ്മൂട്ടിന്റെ നിന്നെ പോലുള്ള പിന്മാർഗം ആരും കാണാത്ത സ്നേഹിച്ചോട് കൊഞ്ചും. വേറെ വേണോ? ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലത്തിന് 16 പൊൻപടം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ കളവ് പോയെന്ന് കള്ളം പറഞ്ഞവൻ ചന്തു. ഓക്കെ അത് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അത് തന്നെ നീ കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് അത് പറ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ. പൊൻകാരെ കൊണ്ട് ചുരുളി വലിക്കാൻ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത് ചങ്കി ചെല്ലട്ടെ. ചുരുളി വലിപ്പിക്ക്. ചുരുളി വലിക്കാനല്ല, ചുരിക വിളക്കാൻ. ചുരിക വിളക്കാൻ. കൊല്ലത്തിന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. കൊല്ലത്തിന് 16 കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. കൊല്ലന് 16 പൊന്മളം കൊടുത്ത ചന്തു. വളയല്ല, പണം കൊടുത്ത ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പോൾ കളവ് പോയെന്ന് കള്ളം പറഞ്ഞവൻ ചന്തു. മാറ്റം തിരികെ ചോദിച്ചപ്പോൾ കളവ് തിരികെയല്ല, മാറ്റം ചുരുക. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. എന്താ കാര്യം? ചന്തു ഹീറോ. ചന്തു ഹീറോ ആണത്. അടിപൊളി. ഹീറോ. എന്താ പേര്? റൈഹാൻ. റൈഹാനെ പരിപാടികളൊക്കെ കണ്ടല്ലോ. നമുക്ക് പൊള്ളിക്കണം, പൊള്ളിച്ചടുക്കണം. നമുക്ക് പോവാം നമ്മൾ ഡയറക്റ്റ്. ഓക്കെ, 3, 2, 1 ആക്ഷൻ. കട്ട് ചെയ്താണ് ഡയലോഗിന്റെ വേറെ ഡയലോഗിന്റെ വേറെ എന്തെങ്കിലും ഡയലോഗിന് വരുമ്പോ എന്തേലും. അപ്പൊ പാട്ട് പഠിക്കും. അതിന് ഡയലോഗ് അറിയില്ല. ഡയലോഗ് അറിയാം, പാട്ടിന് ഡയലോഗ് ഇല്ലല്ലോ. അല്ല, പാട്ട് പാടിയതിന്റെ ഡയലോഗ് അറിയണ്ടല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കും. അറിയില്ല. അത് ഞാൻ വേറെ സാധനം തരാം. ഓക്കെ. മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാദ അവസാനമായിന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാന്റെ മകനാകണം. കടൽ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ എനിക്കെൻ്റെ ഉമ്മാന്റെ മകനാവണം. ഡയലോഗ് പറയാം. ഡയലോഗ് വേണ്ട, കിട്ടൂല. അപ്പൊ വേണ്ട. ഡയലോഗ് വേണ്ട. അപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ തരാം, അത് നമുക്ക് ചെയ്യാം. ചെറിയ സിമ്പിൾ സിറ്റുവേഷനാ. ഡയലോഗ് എന്തായാലും പറ്റത്തില്ല. 15 മതി. ഓക്കെ, 15ലേക്ക് പോവാം. ഓക്കെ, ഒരു ചെറിയ പാട്ടിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് കേട്ട് മനസ്സിലാക്കി വെച്ചോണം. തരള മധുര മുരളി ഉണരും, പ്രണയഭരിത കവിത ഉണരും, മനസ്സ് നിറയും മധുരരഹിത മത മഹോത്സവം. ഡയലോഗിലേക്ക് എത്തിക്കാൻ ഇത്രേ ഉള്ളൂ. തുടങ്ങാം. വേറെ നോർമൽ 15 വേറെ എന്തെങ്കിലും പാട്ടല്ലാത്ത വളരെ. ഓക്കെ. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക. ഇത്രേ ഉള്ളൂ. ഈ പുഴയല്ല, പുഴ. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഈ പുഴ അറബിക്കടലിനുള്ളതാ. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക. ഈ പുഴ കരവറ്റി നടന്നാൽ അറബിക്കടലിനുള്ളതാ. അറബിക്കടൽ ആർക്കുള്ളതാ? അറബിക്കടല മൊയ്തീന്. എന്റെ മൊയ്തീനെ പോകല്ലേ. അത് കഴിഞ്ഞാ ബതുക്ക് ബതുക്കാന്ന് വെച്ചാ ബതുക്കുക. അത് തന്നെ, അതെന്താണ് ബതുക്കാന്ന് വെച്ചാ ബതുക്കുക, കഴിച്ചിലാവുകയെന്ന്. എന്നെ ബതുക്കുക മലയാളത്തിൽ പറയണ്ടേ.
എല്ലാവരും ഒന്നിനൊന്നിന് വെച്ചാണ്. അപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യൽ വലിയ പാടാണ്. എന്നാലും ഞാൻ പാടുപെട്ട് സെലക്ട് ചെയ്യുന്നു. ഷിവിൽ കമോൺ. ഓക്കെ, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി? ഓക്കെ, ഓരോ ബൈറ്റിലും ടേസ്റ്റ്, ഓരോ ബൈറ്റിലും ട്രസ്റ്റ്. ലേശ് തരുന്നു നമ്മുടെ കേരളത്തിൻ്റെ നൊസ്റ്റാൾജിയ ഉള്ള ടേസ്റ്റ്. പിടിക്കൂ, പ്രീമിയം സ്നാക്സ്. നമ്മളെ നന്നായി ചിരിപ്പിച്ചു, എൻജോയ് ചെയ്തു, പൊളിച്ചു. ഷഹീൻ കമാൺ. ഓക്കെ, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് തരുന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. ഹാപ്പി? ഓക്കെ, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കേരനാട് ടെൻഡർ കോക്കനട്ട് വാട്ടർ തരുന്ന ഒരു ഗിഫ്റ്റ്. ഹാപ്പി? എടുക്കൈ പൊളിക്കൂ. സ്വാഗതം ചെയ്യാം ഷാമിൽ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. കൂടാതെ സൂര്യ കോമഡി തരുന്ന ഒരു ഗിഫ്റ്റ്. ഹാപ്പി? കൺഗ്രാറ്റ്സ്. ആദ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന ധൈര്യശാലി മുഹമ്മദ് നിഹാൽ. എവിടെ? കമാൺ വരൂ. ഫാൻസ് നിഹാലിന് ഫാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. കൂടാതെ നമ്മുടെ സൂര്യ കോമഡി തരുന്ന ഒരു ഗിഫ്റ്റ്. ഹാപ്പി? ഇന്നത്തെ ഒരു എപ്പിസോഡ് നിർത്താൻ ടൈമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വൈബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിട്ട് പോകാനേ തോന്നുന്നില്ല. നമ്മൾ പോകുന്നില്ല. അടുത്ത എപ്പിസോഡ് നമ്മൾ HM കോളേജിലാണ്. ഈ വൈബിന് തുടരുക തന്നെ ചെയ്യും. അടുത്ത സെറ്റ് അവിടെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് വെയിറ്റ് ചെയ്തു. ബൈ.